പാർട്ടി മാറിയത് കൊണ്ട് കാര്യമില്ല. പാർട്ടിയല്ലേ മാറുന്നുള്ളൂ, മനുഷ്യൻ മാറുന്നില്ലല്ലോ. അല്ലെങ്കിൽ നാവ് മാറുന്നില്ലല്ലോ. PC ജോർജിന്റെ കാര്യമാണ്. അല്ലെങ്കിലും അദ്ദേഹത്തിന് നാവുപിഴ പണ്ടേ ഉള്ളതാണ്. വേണ്ട സമയത്ത് ആരും വേണ്ടാം വിധം ചികിത്സിച്ചില്ല എന്നതാണ് പ്രശ്നം. ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് PC ജോർജിന്റെ കാര്യം. ആരെങ്കിലുമൊക്കെ പുലഭ്യം പറയാതെയും വർഗീയതയോ വായിൽ തോന്നിയതൊക്കെയോ വിളിച്ചു പറയാതെയും PC ജോർജിന് അന്നും ഇന്നും പറ്റുകയില്ല. പറഞ്ഞ് കാലാകാലങ്ങളായി വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടി. ഇവിടെ വന്നിട്ടും കൂടെ കൂടിയവർക്ക് തലവേദന ഒഴിഞ്ഞിട്ട് നേരമില്ല. മതവിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം തേടിയ BJP നേതാവ് PC ജോർജിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കരുത് എന്നിവയടക്കം മുൻപ് ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകളുടെ ലംഘനമാണ് PC ജോർജ് നടത്തിയിരിക്കുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ എല്ലാവരും കോടതി ഉത്തരവുകൾ ലംഘിച്ചാൽ എന്തു ചെയ്യും? PC ജോർജ് 10-40 കൊല്ലമായി പൊതുപ്രവർത്തകനും MLA-യും ഒക്കെ ആയിരുന്നില്ലേ? അത്തരം ഒരാൾ എങ്ങനെയാണ് കോടതി ഉത്തരവ് ലംഘിക്കുന്നതെന്നും ചോദിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിധി പറയാമെന്ന് വ്യക്തമാക്കി. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് PC ജോർജ് എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. അപ്പോൾ തന്നെ മാപ്പും പറഞ്ഞു. മാത്രമല്ല, മുൻജാമ്യ ഉത്തരവ് ലംഘിച്ചിട്ടില്ല. പ്രസ്താവനയോ പ്രസംഗമോ നടത്തരുത് എന്നാണ് മുൻ ഉത്തരവിൽ പറയുന്നത്. ഇത് ടെലിവിഷനിലെ ഒരു ചർച്ചയ്ക്കിടെ പ്രകോപിതനായപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് എന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ PC ജോർജ് തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലംഘിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കോടതി ഉത്തരവുകൾ ലംഘിച്ചാലും പ്രശ്നമില്ല എന്ന തരത്തിലാണ് PC ജോർജ് പെരുമാറുന്നതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. PC ജോർജ് നടത്തിയ ഇതര മതവിദ്വേഷ പ്രസ്താവനയും മുഴുവനായി കോടതിയിൽ വാദിച്ചു. ഇതോടെയാണ് താൻ കേസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയത്. PC ജോർജ് ഒരു സാധാരണക്കാരനല്ല. ഇത്ര കാലത്തെ പരിചയ സമ്പത്തുള്ള ആളാണ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ജാമ്യ വ്യവസ്ഥ ഒക്കെ ലംഘിക്കാം, കോടതി ഒന്നും ചെയ്യില്ല എന്നല്ലേ PC ജോർജിനെ കാണുന്ന ജനങ്ങൾക്ക് തോന്നും. അവരും നാളെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ എന്താകും സ്ഥിതി എന്നും കോടതി ചോദിച്ചു. ഇതോടെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടും നാട്ടിൽ മോശമായി ഒന്നും സംഭവിച്ചില്ലെന്നും ആളുകൾ ചിരിച്ചു കളയുകയാണ് ചെയ്തത് എന്നും അഭിഭാഷകൻ പരാമർശിച്ചത്. ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരുന്നില്ല PC ജോർജ് ശ്രമിച്ചതെന്ന് അഭിഭാഷകൻ വീണ്ടും വാദിച്ചു. കോടതി ഉത്തരവ് ലംഘിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല, ചർച്ചയ്ക്കിടെ സംഭവിച്ചു പോയ അബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്നാണ് ബുധനാഴ്ച ഉത്തരവ് പ്രഖ്യാപിക്കാനായി മാറ്റിയത്. അബദ്ധം ഒരിക്കലേ പറ്റൂ, പല പ്രാവശ്യം ആവർത്തിക്കുന്നത് അബദ്ധമല്ല എന്നുകൂടി PC ജോർജ് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും.